വൃക്കകൾക്ക് ഈ ഡാമേജ് വരുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ കുട്ടികളിലും അഡൽട്സിനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ കുട്ടികൾ സാധാരണ കാണുന്നത് കഞ്ചനിറ്റൽ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഡെവലപ്മെൻറ്റൽ പ്രശ്നങ്ങൾ കൊണ്ട് വരാം. സിസ്റ്റിക്, പോളിസിസ്റ്റിക് കിഡ്നി, മൾട്ടിസിസ്റ്റിക് കിഡ്നി ഡിസീസ്, ഏജനിസിസ് ഓഫ് കിഡ്നി തന്നെ ഒരു കിഡ്നി തന്നെ ചിലപ്പോൾ കാണത്തില്ല, മറ്റേ കിഡ്നിക്ക് ഡാമേജ് വരാം, അങ്ങനെ വരാം. പിന്നെ ഉള്ളത് കുട്ടികളിൽ വരുന്ന നെഫ്രോട്ടിക് സിൻഡ്രോം, പിന്നെ നെഫ്രോട്ടിക് സിൻഡ്രോം, ഇതൊക്കെ വൃക്കകളെ ബാധിക്കുന്ന അസുഖങ്ങളാണ്. മൂത്രശയിലുള്ള അണുബാധ അത് കുട്ടികളിൽ ഉണ്ടെങ്കിൽ അത് ആദ്യം കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ലെങ്കിൽ ഭാവിയിൽ അഡൽട്സിൽ അതൊരു കിഡ്നി വൃക്ക തകരാറ് വരും. അപ്പം കുട്ടികളിൽ അവർ പറയത്തില്ല ഇങ്ങനെ വൃക്ക യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഇൻഡെക്സ് ഓഫ് സസ്പീഷൻ വേണം. എന്തെങ്കിലും കുട്ടികൾക്ക് ഒരു മൂത്രം ഒഴിക്കുമ്പോഴത്തേക്ക് കരച്ചിൽ വരിക, അല്ലെങ്കിൽ വിശപ്പില്ലായ്മ, ചെറിയ പനി, ഇതൊക്കെ ചിലപ്പം യൂറിനറി ഇൻഫെക്ഷൻ, മൂത്രത്തിൽ അണുബാധയുടെ ലക്ഷണങ്ങളാകാം. അപ്പോൾ നമ്മളത് നേരത്തെ അത് കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ ഭാവിയിൽ വൃക്ക തകരാർ വരാതിരിക്കാനുള്ള ഒത്തിരി സഹായിക്കും.